സോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു എനസ്റ്റ് അക്കാഡമി. ഇന്നത്തെ സെഷനിൽ നമ്മൾ പ്രധാനമായിട്ടും കേരള വാട്ടർ അതോറിറ്റി മീറ്റർ റീഡർ എക്സാമുമായി ബന്ധപ്പെട്ട് മോഡ്യൂൾ 4ന്റെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളുടെ പുതിയ സിലബസ് പ്രകാരം മോഡ്യൂൾ 4ലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നോക്കി നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സോ അതിൽ നിന്നും 10 മാർക്ക് പൂർണ്ണമായിട്ട് നമുക്ക് നേടേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ടും പൈപ്സ്, പൈപ്പ് ഫിറ്റിംഗ്സ്, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു മൊഡ്യൂൾ ആണ് അല്ലെ പ്രധാനമായിട്ടും. ഓക്കെ, ടൈപ്സ് ഓഫ് ഫിറ്റിംഗ്സ് ഫോർ ഡിഫറെന്റ് ജോയിന്റ്സ്, ഡിഫറെന്റ് പൈപ്സസ്, പൈപ്പ് നമ്മൾ പഠിച്ചു, അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോയിന്റ്സ്. അപ്പൊ പ്രധാനമായിട്ടും ഇവിടെ ഫ്ലാഞ്ച് ജോയിന്റും സോക്കറ്റ് ജോയിന്റുമാണ് എടുത്ത് പറഞ്ഞത്. അത് മാത്രമല്ല, അത് കൂടാണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അതുകൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് ഡിസ്ക്രിപ്ഷൻ ഓഫ് പൈപ്പ് ഫിറ്റിംഗ്സ്, എന്താണ് പൈപ്പ് ഫിറ്റിംഗ്സിന്റെ ഡിസ്ക്രിപ്ഷൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പൈപ്പ് ഫിറ്റിംഗ്സ്, അത് എങ്ങനെ നമ്മൾ ജോയിൻ ചെയ്യുന്നു, അങ്ങനെ അതിന്റെയൊക്കെ യൂസ് എന്താണ്, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ 4ാമത്തെ മൊഡ്യൂളിൽ കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതും ഒക്കെ നമുക്കൊന്ന് നോക്കി പോകാം. ഓക്കെ, ഫൈൻ. ഒന്നാമത്തെ ചോദ്യം നോക്കി, ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബർ ഈ റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. യൂഷ്വൽ ലെങ്ത് ഓഫ് പൈപ്സ് വേരീസ് ബിറ്റ്വീൻ ഡാഷ്. വളരെ സിമ്പിൾ ആയിട്ടൊരു ചോദ്യം. യൂഷ്വൽ ലെങ്ത് ഓഫ് പൈപ്പ് വേരീസ് ബിറ്റ്വീൻ 1 to 5 meter, 15 to 30 meter, 2 to 6 meter, 10 meter to 22 meter. ഏതായിരിക്കും? വേഗം പറഞ്ഞു. ശ്രദ്ധിച്ചോളൂ, നമ്മള് പൈപ്പിന്റെ ലെങ്ത് നമ്മൾ ഇപ്പോഴും പറഞ്ഞ എത്ര മീറ്റർ? 6 മീറ്റർ അല്ലെ. സോ 6 മീറ്റർ ലെങ്ത് നമ്മൾ കണ്ടത്. അപ്പൊ എല്ലാം ഈ പറഞ്ഞ രീതിയിൽ ഏകദേശം റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ പറയാം, ഫോർ എക്സാമ്പിൾ പറയാണെങ്കിൽ ഒന്ന് സ്റ്റോൺ വെയർ പൈപ്പ് പഠിച്ചു. സ്റ്റോൺ വെയറിന് നമ്മൾ അത്ര 60 സെന്റിമീറ്റർ ആണ് അല്ലെ. 60 സെന്റിമീറ്റർ നമ്മൾ കണ്ടു. അല്ലെങ്കിൽ അവിടെ മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ DI പൈപ്പ് നമ്മൾ കണ്ടു, അവിടെ 5.5 മീറ്റർ നമ്മൾ കണ്ടു. അല്ലെന്നുണ്ടെങ്കിൽ PVC കണ്ടു, അല്ലെങ്കിൽ GI പൈപ്പ് കണ്ടു. അതൊക്കെ 6 മീറ്റർ എന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പോൾ ഒരു റേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം റേഞ്ച് അല്ലെ. ആ ഒരു റേഞ്ച് യൂഷ്വൽ ലെങ്ത് എന്നാണ് പറയുക. യൂഷ്വൽ ലെങ്ത് ഓഫ് പൈപ്പ് വേരീസ് ബിറ്റ്വീൻ. സാധാരണഗതിയില് പൈപ്പിന്റെ ലെങ്ത് വേരി ചെയ്യുന്നത് എത്രയാണെന്നുള്ളതാണ് ചോദ്യം അല്ലെ. അപ്പൊ ഓപ്ഷൻ സി അല്ലേ നമുക്ക് ഉത്തരമായിട്ട് വരിക. ദാറ്റ് ഈസ് 2 meter to 6 meter. അപ്പൊ അത് ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബറിന് ചോദിച്ചൊരു ചോദ്യമാണ്. സംശയമൊന്നുമില്ല അതിനകത്ത്. 2 മീറ്റർ മുതൽ 6 മീറ്റർ വരെയാണ് സാധാരണഗതിയിൽ ഒരു പൈപ്പിന്റെ നീളം വരിക. ഓക്കെ, അത് മനസ്സിലാക്കിയിരുന്നുള്ളൂ. 2 മീറ്റർ മുതൽ 6 മീറ്റർ. ആ 6 മീറ്റർ എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. അപ്പൊ PVC ആയിക്കോട്ടെ, GI ആയിക്കോട്ടെ, അതൊക്കെ 6 മീറ്റർ ആണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, മറ്റൊരു ചോദ്യം അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ചോദ്യമാണ്. ഓക്കെ, ദ പൈപ്പ് ജോയിൻഡ് ബൈ ആൻ എക്സ്പാൻഷൻ ജോയിന്റ് ആർ മെയ്ഡ് ഓഫ് ഡാഷ്. ദ പൈപ്പ് ജോയിൻഡ് ബൈ ആൻ എക്സ്പാൻഷൻ ജോയിന്റ്. നമ്മൾ എക്സ്പാൻഷൻ ജോയിന്റ് ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ എക്സ്പാൻഷൻ ജോയിന്റ്, അത്തരത്തിലുള്ള ജോയിന്റ്, സോക്കറ്റ് ആൻഡ് സ്പിഗട്ട്, എക്സ്പാൻഷൻ ജോയിന്റ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് സാധാരണ ഏത് പൈപ്പുകൾ തമ്മിലാണ്? കോപ്പർ, കാസ്റ്റ് അയൺ, ഗ്ലാസ്, പ്ലാസ്റ്റിക്. സംശയമൊന്നുമില്ല, കാസ്റ്റ് അയൺ തന്നെയാണ്. അപ്പൊ 2 ചോദ്യങ്ങൾ നമ്മൾ റീസെന്റ് ആയിട്ട് നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലായില്ല. ഏകദേശം ഒരു ധാരണ കിട്ടുന്നുണ്ടല്ലോ എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. ജൂനിയർ ഇൻസ്ട്രക്ടർ ലെവലാണ് എങ്കിൽ തന്നെയും നമ്മളുടെ മീറ്റർ റീഡറിലേക്ക് വരുമ്പോൾ അത്രയും വരില്ല, കുറച്ചുകൂടി എളുപ്പമാവാനുള്ള സാധ്യത കൂടുതൽ. എന്നാൽ തന്നെയും ഈ ഒരു റേഞ്ച് നമ്മൾ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ പൈപ്പ് ജോയിൻഡ് ബൈ ആൻ എക്സ്പാൻഷൻ ജോയിന്റ്. എന്താണ് എക്സ്പാൻഷൻ ജോയിന്റ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഒന്നുകൂടെ പരിചയപ്പെടും, അല്ലെങ്കിൽ ഒന്നുകൂടെ നമ്മളൊന്ന് ഫ്രഷപ്പ് ആക്കി പോകുന്നുണ്ടാകും. സോ അത്തരത്തിൽ എക്സ്പാൻഷൻ ജോയിന്റില് സാധാരണഗതിയിൽ ഏത് പൈപ്പ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക? കാസ്റ്റ് അയൺ പൈപ്പ് തന്നെയാണ് അല്ലെ, സംശയമൊന്നുമില്ല. അപ്പൊ എക്സ്പാൻഷൻ ജോയിന്റ് എന്താണ് നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ ഇത്തരത്തിൽ സോക്കറ്റ് അല്ലെ, ഇത്തരത്തിൽ ഒരു സോക്കറ്റ് ഉണ്ടാകും, പിന്നീട് എന്താണ് ഒരു സ്പിഗട്ട് ഉണ്ടാകും. അപ്പൊ സോക്കറ്റ് എന്ന് പറയുമ്പോൾ ഫ്ലാഞ്ച്ഡ് സോക്കറ്റ് അല്ലെ, ഫ്ലാഞ്ച് ആണ് ഇവിടെ ബേസിക്കലി ഒരു ഫ്ലാഞ്ച് ആണ്. അപ്പൊ ഫ്ലാഞ്ച് തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നട്ട് ബോൾട്ട് ഉണ്ടാകും. അപ്പൊ അതിലൂടെ തന്നെ സ്പിഗട്ടിനുള്ളിൽ സ്ലൈഡ് ചെയ്യുന്ന രീതിയിലുള്ള എന്തുണ്ടാകും? ഒരു കാസ്റ്റ് അയൺ കൊണ്ടുള്ള ഫോളോവറിങ്. ശ്രദ്ധിക്കുക, കാസ്റ്റ് അയൺ കൊണ്ടുള്ള ഫോളോവറിങ് ഉണ്ടാവും അല്ലെ. ആ കാസ്റ്റ് അയൺ ഫോളോവറിങ് ഇടയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? റബ്ബർ ഗ്യാസ്കേറ്റ് വെച്ച് ടൈറ്റ് ചെയ്യുന്നുണ്ടാവും. ടൈറ്റ് ചെയ്യുമ്പോൾ നട്ട് ബോൾട്ട് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ് ഈ പറയുന്ന പൈപ്പ് ഉണ്ടല്ലോ, ഈ സ്പിഗട്ട് പോർഷൻ എന്തുണ്ട് ഇങ്ങനെ അടുത്തേക്ക് വരുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെ എന്ത് ചെയ്തും അത് ടൈറ്റ് ചെയ്ത് നിർത്തും എന്നുള്ളത് പഠിച്ചതാണ് അല്ലെ. അപ്പൊ ഈ എക്സ്പാൻഷൻ ജോയിന്റ് പ്രത്യേകത, നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ചേഞ്ച് വരുന്ന സമയത്തൊക്കെ അവിടെ എക്സ്പാൻഷനും കോൺട്രാക്ഷനും ചെറിയ ചെറിയ മൂവ്മെന്റുകളൊക്കെ ഉണ്ടാവാറുണ്ട്.
അപ്പൊ ആ സമയത്താണ് പ്രധാനമായിട്ട് എക്സ്പാൻഷൻ ജോയിന്റിൽ ഒരു ആപ്ലിക്കേഷൻ വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പം എക്സ്പാൻഷൻ ജോയിന്റ് എവിടെ യൂസ് ചെയ്യുന്നു? ഇത്തരത്തിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ചേഞ്ചസ് ഉണ്ടാവുന്ന സ്ഥലത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് പഠിച്ചു. ആ എക്സ്പാൻഷൻ ജോയിന്റിനകത്തുള്ള കമ്പോണന്റുകൾ, പാർട്ടുകളൊക്കെ ഒന്ന് ഈ എക്സ്പാൻഷൻ ജോയിന്റ് എന്ന് പറയുമ്പോഴേ നമ്മുടെ ചിത്രം, ഈ ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരണം. അപ്പൊ അവിടെ ഈ പറയുന്ന നമ്മുടെ സ്പിഗറ്റ് പോർഷൻ, പ്ലെയിൻ എൻഡ് പോർഷൻ ഉണ്ടെന്നും അതുപോലെ തന്നെ ഒരു ഫ്ലാൻജ്ഡ് ആയിട്ടുള്ള ഒരു എന്താണ് ഒരു സോക്കറ്റ് ഒരു പോർഷൻ ഉണ്ട് എന്നുള്ളതും, അതിലേക്ക് ഇൻ ബിറ്റ്വീൻ എന്താണ് അവിടെ ആ ഒരു സ്പിഗറ്റിനുള്ളിൽ അല്ലെങ്കിൽ സ്പിഗറ്റ് പോർഷൻ അല്ലെങ്കിൽ പ്ലെയിൻ എൻഡ് പോർഷനിൽ എന്താണ് സ്ലൈഡ് ചെയ്യുന്ന ഒരു കാസ്റ്റേൺ ഫോളോവർ റിംഗ് ഉണ്ടെന്നും ആ റിങ്ങിനും നമ്മുടെ ആ ഒരു ഫ്ലാഞ്ചിനും ഇടയിലായിട്ടൊരു റബ്ബർ ഗ്യാസ്കേറ്റ് വെച്ചുകൊണ്ട് നമ്മൾ ടൈറ്റ് ചെയ്യും അല്ലെ. ആ ഒരു ടൈറ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടെ ഈ റബ്ബർ ഗ്യാസ്കേറ്റ് വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്യാണ്. ടൈറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ റബ്ബർ എങ്ങോട്ടായിരിക്കും അത് ഡീഫോം ചെയ്യുന്നുണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്കി, എങ്ങോട്ടായിരിക്കും ഡീഫോം ചെയ്യുന്നുണ്ടാവുക? ഡീഫോമേഷൻ സംഭവിക്കുന്നത് എങ്ങനെയായിരിക്കും? റബ്ബർ ഗ്യാസ്കേറ്റ് ഞെരുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഈ പറയുന്ന റബ്ബർ ഗ്യാസ്കേറ്റ് എന്ത് ചെയ്യും? മുകളിലേക്കും താഴേക്കും എന്താണ് ഞെരുങ്ങും അല്ലെ. ഞെരുങ്ങുന്ന സമയത്ത് നമ്മളുടെ ഈ പൈപ്പിനെ പിടിച്ചു നിർത്തും. അപ്പൊ അത്തരത്തിൽ ലീക്ക് പ്രൂഫ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അതാണ് ഈ പറയുന്ന റബ്ബർ ബുഷസും റബ്ബർ ഗ്യാസ്കേറ്റും ഒക്കെ അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ. ഇത്തരത്തിൽ എന്താണ് ഈ പറയുന്ന ഫോഴ്സ് കൊടുത്ത് നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഞെരുങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ടാകും? അത് റേഡിയലി ഡീഫോം ചെയ്യും. റേഡിയലി ഡീഫോം ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പൈപ്പിനെ നന്നായിട്ട് പിടിച്ചു നിർത്തും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഒരു ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള ഒരു ജോയിന്റ് അവിടെ നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പൊ എക്സ്പാൻഷൻ ജോയിന്റുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം വന്നിട്ടുള്ളതാണ് അല്ലെ, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിന് ചോദിച്ച നമ്മുടെ പ്ലംബർ ട്രേഡുമായി ബന്ധപ്പെട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പൊ അത് മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, മറ്റൊരു ചോദ്യം നോക്കി, ദ അതർ നെയിം ഓഫ് ബെൽമൗത്ത് എൻഡ് ഈസ് ഡാഷ്. അതർ നെയിം ഓഫ് ബെൽമൗത്ത്, വീണ്ടും ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബർ എക്സാമുമായി ബന്ധപ്പെട്ട് ദ അതർ നെയിം ഓഫ് ബെൽമൗത്ത് എൻഡ്. ബെൽമൗത്ത് എൻഡ്, യെസ്. ഓക്കെ, അപ്പൊ ബെൽമൗത്തിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സോക്കറ്റ് അല്ലെ, സോക്കറ്റ് എൻഡ്. അപ്പൊ ബെൽമൗത്തിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സോക്കറ്റ്. നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ഇത്തരത്തിൽ ബെൽമൗത്ത്. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇത്തരത്തിൽ ബെൽ ആൻഡ് സ്പിഗറ്റ് ജോയിന്റ് അല്ലെ, ബെൽ ആൻഡ് സ്പിഗറ്റ് ജോയിന്റ്. അപ്പൊ ഈ ഒരു പോർഷൻ വിളിക്കുന്ന പേരാണ് സ്പിഗറ്റ് എന്ന് പറയുന്നത്. സ്പിഗറ്റ് അല്ലെ, സ്പിഗറ്റ്, സംശയമൊന്നുമില്ലല്ലോ. അതുപോലെ തന്നെ വലിയ വാ തുറന്നിരിക്കുന്ന പോർഷൻ വിളിക്കുന്ന പേരാണ് സോക്കറ്റ് അല്ലെങ്കിൽ ബെൽ എൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ സോക്കറ്റ് അല്ലെങ്കിൽ ബെൽ എൻഡ്. അപ്പൊ സോക്കറ്റ് എൻഡ് അല്ലെന്നുണ്ടെങ്കിൽ ബെൽ എൻഡ് എന്നറിയപ്പെടുന്നു. സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ അതിനകത്തേക്ക് നമ്മൾ ഇവിടെ എന്താണ് ആ ഒരു ഉള്ളിലേക്ക് കയറ്റി വെക്കുന്നു. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഹെംപ് ചെയ്യാൻ വെക്കുന്നു അല്ലെ. ഹെംപ് ചെയ്യാൻ വെക്കുന്നുണ്ടാകും ഏകദേശം 5 സെന്റിമീറ്ററോളം. ഹെംപ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? അത് ടൈറ്റ് ചെയ്യും. ടൈറ്റ് ചെയ്തതിനു ശേഷം അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ലെഡ് ഉരുക്കി ഒഴിക്കും അല്ലെ, ലെഡ് ഉരുക്കി ഒഴിക്കും. അപ്പൊ ഈ പറയുന്ന ഹെംപ് ചെയ്യാൻ എന്തിനെ സഹായിക്കാന്നുണ്ട്? ഈ പറയുന്ന ലെഡ് ഉരുക്കി ഒഴിക്കുന്ന സമയത്ത് മോൾട്ടൺ ലെഡ് ഇതുവഴി കടന്ന് പൈപ്പിനുള്ളിലേക്ക് പോകാതിരിക്കാൻ നമ്മളെ ഹെംപ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്തരത്തിലാണ് ഈ പറയുന്ന രീതിയിൽ സോക്കറ്റ് ആൻഡ് സ്പിഗറ്റ് ജോയിന്റിനകത്ത് നമ്മൾ ആ ഒരു ജോയിന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സാധാരണഗതിയിലൊക്കെ ഈ കൂടുതലായിട്ടും സോക്കറ്റ് ആൻഡ് സ്പിഗറ്റ് ജോയിന്റ് എവിടെ യൂസ് ചെയ്യുന്നത്? കാസ്റ്റൈൻ പൈപ്പുകളിലാണ് അല്ലെ. കാസ്റ്റൈൻ പൈപ്പിലൊക്കെ ലെഡ് ഉരുക്കി ഒഴിക്കാറുണ്ട്. അപ്പൊ ലെഡ് തള്ളിപ്പോയിക്കൊണ്ട് നോർമൽ കേസ് കോമൺ ആയിട്ട് ഈ പറഞ്ഞ കാസ്റ്റൈനിൽ ഉണ്ടാകുന്ന ഒരു ലീക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ പറഞ്ഞ ലെഡ് തള്ളിപ്പോവും, പ്രഷറൈസ് ചെയ്തിട്ട് ഈ ലെഡ് തള്ളിപ്പോയിട്ട് അവിടെ എന്താണ് ലീക്ക് ആവും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? പിന്നെ വീണ്ടും നമ്മൾ കോൾക്കിംഗ് ടൂൾ അല്ലെ, ആ ഒരു പേരാണ് കോൾക്കിംഗ് ടൂൾ. അപ്പൊ കോൾക്കിംഗ് ടൂളിന്റെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യും? ലെഡ് കോൾക്കിംഗ് ചെയ്യും. അപ്പം ലെഡ് നിറച്ച് വീണ്ടും എന്ത് ചെയ്യുന്നു? അത് ലീക്ക് പ്രൂഫ് ആക്കും. ഇതാണ് ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പൊ മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, മറ്റൊരു ചോദ്യം, ഓർത്തിരിക്കേണ്ട ചോദ്യം തന്നെയാണ്. ആസ്ബെസ്റ്റോസ് പൈപ്പ് വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഡാഷ് ഇയർ. ഒരു ചോദ്യമാണ്, അതായത് റീസെന്റ് ആയിട്ട് നടന്നൊരു എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. The asbestos pipe was first introduced in the year dash 1940, 1970, 1920, 1980. Okay. ഓപ്ഷൻ സി ആണോ? 1940 ആണോ സാറേ? അല്ല 20 ആണ്. ഓപ്ഷൻ സി അല്ലേ സാറേ? ഓപ്ഷൻ സി, യെസ്, ഓപ്ഷൻ സി തന്നെ, 1920 ആണ്. അപ്പോ റീസെന്റ് നടന്ന എക്സാമിന് ചോദിച്ചു. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കൺഫ്യൂസിങ് ആവും. ഈ സംഭവങ്ങളൊക്കെ നമ്മൾ അങ്ങനെ പഠിച്ചു വെക്കാറില്ല. ഇത്തരത്തിൽ എന്താണ് വന്ന വർഷമൊക്കെ നമ്മൾ ഓർത്തിരിക്കുക. ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ടെക്നിക്കൽ എക്സാംസിനകത്ത് ഈ ഇയർ ഒക്കെ പഠിച്ചു വെക്കേണ്ടത് അത്ര എളുപ്പമാണോ, നിർബന്ധമാണോ എന്നുള്ള ചോദ്യം വരും. ഓക്കെ, അപ്പൊ അത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചില സമയത്ത് കയറി വരും. അപ്പൊ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് മാറും. അതുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇപ്പൊ നമ്മള് HDPA പഠിപ്പിച്ചു. HDPA പൈപ്പ് എന്നായിരുന്നു വന്ന് നമ്മൾ പഠിച്ചു? എന്നായിരുന്നു? 2002. ഓക്കെ, അപ്പൊ ആ 2002 എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരുന്ന ഒരു ഇയർ ആണ്. ഓക്കെ, അപ്പൊ അത് ഒരു പക്ഷേ ഇതുവരെ ചോദിച്ചില്ല, എനിക്ക് ചോദിക്കാം. ഇത്തരത്തിൽ 2002 HDPA അത് എന്താണ് കൊണ്ടുവന്നത് എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം വരാം.
അതുപോലെ തന്നെ ഒരു ചോദ്യം വന്നതാണ് ഇത്തരത്തിൽ ഇയറുമായി ബന്ധപ്പെട്ട്. ആസ്ബറ്റോസ് പൈപ്പ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ 1920 എന്നുള്ളത് ഓർത്തിരിക്കുക. 1920. ഇപ്പൊ പൈപ്പുമായി ബന്ധപ്പെട്ട് ആസ്ബറ്റോസ് പൈപ്പ് നമുക്ക് എന്താ അറിയാം, AC അല്ലെ, ദാറ്റ് ഈസ് ആസ്ബറ്റോസ് സിമെന്റ് പൈപ്പ്. അതാണ് ഈ ആസ്ബറ്റോസ് പൈപ്പ് എന്നറിയപ്പെടുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ ആസ്ബറ്റോസ് പൈപ്പ് വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ 1920 എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം നോക്കേ, സീവർ, വീണ്ടും അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ചോദ്യമാണ്. നമ്മളുടെ ആ ഒരു മോഡ്യൂളുമായി ബന്ധപ്പെട്ട, നമ്മളുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിപ്പോ തുടക്കത്തിൽ കാണുന്നത്. നോക്കി, സീവർ പൈപ്പ് ലൈൻ ആൻഡ് അണ്ടർഗ്രൗണ്ട് പൈപ്പ് ലൈൻ ആർ മെയ്ഡ് ഓഫ് ഡാഷ്. സ്റ്റീല്, പ്ലാസ്റ്റിക്, ഗ്ലാസ്, കാസ്റ്റ് അയൺ. ഏതായിരിക്കും? കാസ്റ്റ് ആണ്. യെസ്, സംശയമൊന്നുമില്ല. നമ്മൾ നേരത്തെ കണ്ടു. യഥാർത്ഥത്തിൽ കൂടുതലും കാസ്റ്റ് അയൺ പൈപ്പുകൾ എന്താണ് അണ്ടർഗ്രൗണ്ടിലായിരിക്കും ഇടുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ കാസ്റ്റ് അയൺ പൈപ്പുകൾ സാധാരണഗതിയിൽ സീവർ പൈപ്പ് ലൈൻ ആയിട്ടും അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് പൈപ്പ് ലൈനും നമ്മൾ സാധാരണ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. സോ ഓപ്ഷൻ ഡി തന്നെയാണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. കാസ്റ്റ് അയൺ പൈപ്പാണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ കാസ്റ്റ് അയൺ അല്ലെ, കാസ്റ്റ് അയൺ പൈപ്പുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് രണ്ട് രീതിയിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യാറുണ്ട്. സാൻഡ് കാസ്റ്റിംഗും ഉണ്ട്, സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ്. അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ദാറ്റ് ഈസ് കാസ്റ്റ് അയൺ പൈപ്സ് ആർ മാനുഫാക്ചേർഡ് ബൈ യൂസിങ് വിച്ച് മെത്തേഡ്, ഏത് മെത്തേഡ് വഴിയാണ്? ഇപ്പൊ രണ്ട് മാനുഫാക്ചറിങ് മെത്തേഡുകൾ ഉണ്ട്. ഒന്ന് കാസ്റ്റ് ചെയ്തെടുക്കാം അല്ലെ, ശരിക്കും രണ്ടും കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക് കോൺസെപ്റ്റ് രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ രണ്ട് മെത്തേഡാണ്. അതായത് കാസ്റ്റിംഗ് എന്ന് പറയുന്ന മാനുഫാക്ചറിങ് പ്രോസസ്സിൽ രണ്ട് മെത്തേഡാണ്. ഒന്ന് സാൻഡ് കാസ്റ്റിംഗ്. സാൻഡ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് പഴയ ഒരു മെത്തേഡാണ്. ഇത്തരത്തിൽ നമ്മൾ സാൻഡ് കൊണ്ട് മോൾഡ് ഒക്കെ ചെയ്ത് അത്തരത്തിലാണ് സാൻഡ് കാസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാസ്റ്റിംഗ് മെത്തേഡാണ്. ഇത്തരത്തിലുള്ള ഇപ്പോഴുള്ള പൈപ്പുകളൊക്കെ, വലിയ വലിയ പൈപ്പുകളൊക്കെ കാസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ടാവുക. സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് ആണ്. നമുക്ക് എന്താണ് കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കും, പ്രൊഡക്ഷൻ റേറ്റ് അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും, പ്രൊഡക്ഷൻ റേറ്റ് കൂട്ടാൻ സാധിക്കും, ഡിഫക്റ്റുകളൊക്കെ ഒരു പരിധി വരെ ഒഴിവാക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെയുള്ള കുറെ അഡ്വാൻറ്റേജസ് അതുമായി ബന്ധപ്പെട്ട് സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗുമായി ബന്ധപ്പെട്ടുണ്ട്. സോ അത്ര ഡീറ്റെയിലേക്ക് നമുക്ക് പോകണ്ട. സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് എന്താണോ അതിന്റെ വലിയ വലിയ കാര്യങ്ങളിലേക്കൊന്നും പോകണ്ട. നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇത്തരത്തിൽ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ്, സെൻട്രിഫ്യൂഗൽ എന്ന് ഉദ്ദേശിക്കുന്നത് കറക്കമാണ് അല്ലെ, സെൻട്രിഫ്യൂഗൽ അല്ലെ, ഇത്തരത്തിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു മോൾഡ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക, ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു മോൾഡ്. പെർമനന്റ് ആയിട്ടുള്ള മോൾഡ് എന്ന് പറയുമ്പോൾ ആ മോൾഡ് മെറ്റൽ കൊണ്ടായിരിക്കും നിർമ്മിച്ചിട്ടുണ്ടാവും. അതൊരു മെറ്റാലിക് മോൾഡ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, നല്ല ഒരു അത്യാവശ്യം നല്ല സ്പീഡിൽ ഇങ്ങനെ കറങ്ങും. ആ കറങ്ങുന്നതിനകത്തേക്ക് നമ്മളൊരു എന്താണ് ഒരു മോൾട്ടൺ മെറ്റൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ കറക്കത്തിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ആ മെറ്റലിനോട് ചേർന്നിരുന്ന് ആ ഒരു മെറ്റൽ, മോൾട്ടൺ മെറ്റൽ എന്ത് ചെയ്യും, സോൾഡിഫൈ ചെയ്യും. അപ്പൊ അത്തരത്തിലാണ് എന്താ ബേസിക്കലി ആ ഒരു പൈപ്പ് നിർമ്മിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടുന്നത് ഈ തരത്തിൽ കാസ്റ്റ് അയൺ പൈപ്പുകൾ, കാസ്റ്റ് അയൺ എന്ന് പറയുന്ന മെറ്റീരിയലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അപ്പൊ കാസ്റ്റ് അയൺ പൈപ്പുകൾ പ്രധാനമായിട്ടും മാനുഫാക്ചർ ചെയ്യുന്നത് രണ്ട് മെത്തേഡാണ്. അത്തരത്തിൽ ഒന്ന് സാൻഡ് കാസ്റ്റിങ്ങും രണ്ട് സെൻട്രിഫ്യൂഗൽ കാസ്റ്റിങ്ങും. ഈ സാൻഡ് കാസ്റ്റ് ചെയ്തെടുക്കുന്ന പൈപ്പിനെ വിളിക്കുന്ന പേരാണ് പിറ്റ് കാസ്റ്റ് പൈപ്പ്. പിറ്റ് കാസ്റ്റ് പൈപ്പ് അത്തരത്തിൽ ഒരു ചെറിയ ഒരു പിറ്റ് എടുത്തിട്ട് ആ ഒരു ലെങ്തിൽ പിറ്റ് എടുത്ത് ആ ഒരു പിറ്റിനകത്താണ് മോൾഡ് സെറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അത്തരത്തിൽ പിറ്റ് കാസ്റ്റ്, കുഴിയെടുത്ത് അല്ലെ, അതിനാണ് പിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പിറ്റ് കാസ്റ്റ് പൈപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന സാൻഡ് കാസ്റ്റ് പൈപ്പിനെയാണ്. ഓക്കെ, അപ്പൊ സെൻട്രിഫ്യൂഗൽ കാസ്റ്റ് പൈപ്പ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ടാകും. അത് മെറ്റൽ മോൾഡിലാണെന്നും അത് റൊട്ടേറ്റിംഗ് മോൾഡ് ആണെന്നും അത്തരത്തിലുള്ള അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇത്തരത്തിൽ സ്പൺ പൈപ്പ് എന്ന് വിളിക്കുന്നുണ്ട് അല്ലെ, സ്പൺ പൈപ്പ്. അപ്പം പിറ്റ് കാസ്റ്റ് പൈപ്പ്, സ്പൺ പൈപ്പ്, കാസ്റ്റ് അയൺ പൈപ്പ് ഒക്കെ ഏകദേശം ഒന്നാണ് എന്നുള്ളൊരു ഐഡിയ നമുക്ക് വേണം. ഓക്കെ, ഫൈൻ. അപ്പൊ മെത്തേഡ് അനുസരിച്ചാണ് പിറ്റ് കാസ്റ്റ് പൈപ്പ് എന്നും സ്പൺ പൈപ്പ് എന്നും പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാൻ. ചോദ്യം നോക്കി, which type of joint is suitable for joining large size, ശ്രദ്ധിക്കുക, large size PVC pipe with valve, flare, flanged, സംശയമൊന്നും വേണ്ട അല്ലെ, നമുക്ക് നമ്മൾ പഠിച്ച അല്ലെ, ഫ്ലാഞ്ച്ഡ് ജോയിന്റ്. അപ്പൊ ഇത്തരത്തിൽ ഫ്ലാഞ്ചസ് വലിയ പൊതുവെ ശ്രദ്ധിക്കേണ്ട കാര്യം ലാർജ് സൈസ് പൈപ്പ് എന്നാ പറയാം. ചെറിയ സൈസ് ആണെങ്കിൽ നമുക്ക് പ്ലെയിനന്റ് വെച്ച് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ PVC ഒക്കെ ഉരുക്കി കെട്ടിയ അല്ലെങ്കിൽ CIR ജോയിന്റ് ഒക്കെ ഇട്ട് നമ്മൾ സാധാരണഗതിയിൽ ചെയ്യാറുണ്ട്. പക്ഷേ വളരെ വലിയ പൈപ്പുകളൊക്കെ, വളരെ വലിയ പൈപ്പിലേക്കൊക്കെ ചെല്ലുന്ന സമയത്ത് സാധാരണഗതിയിൽ എന്താണ് അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഫ്ലാഞ്ച് ഇട്ട് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ടാവും കേട്ടോ. അപ്പൊ ഫ്ലാഞ്ച്ഡ് ജോയിന്റ് ആണെന്നുള്ളതാണ്. അപ്പൊ ഫ്ലാഞ്ച്ഡ് ജോയിന്റ് പൊതുവെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ജോയിന്റ് തന്നെയാണ് ഫ്ലാഞ്ച്ഡ് ജോയിന്റ്. അപ്പൊ ഫ്ലാഞ്ച്ഡ് ജോയിന്റുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട, പെട്ടെന്ന് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ഒന്ന് റിഫ്രഷ് ചെയ്ത് പോകാം. അപ്പൊ ഫ്ലാഞ്ച്ഡ് ജോയിന്റിന്റെ ഒന്നാമത്തെ പ്രത്യേകത
ടെമ്പററി പൈപ്പ് ലൈനുകളിലാണ് യൂസ് ചെയ്യുന്നത്. സംശയമൊന്നുമില്ലല്ലോ, ഫ്ലാഞ്ചഡ് ജോയിന്റുകൾ പെട്ടെന്ന് അഴിച്ചു മാറ്റാനും പെട്ടെന്ന് ജോയിൻ ചെയ്യേണ്ടതൊക്കെയുള്ള സാഹചര്യങ്ങളിലാണ് പൊതുവെ നമ്മൾ ഈ ഫ്ലാഞ്ചഡ് ജോയിന്റുകൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഈ രണ്ട് പൈപ്പിന് ഫ്ലാഞ്ച് തന്നെ ഇത്തരത്തിൽ ഇന്റഗ്രൽ ആയിട്ടുള്ള ഫ്ലാഞ്ച് ഉണ്ട്, സ്ക്രൂഡ് ടൈപ്പും ഫ്ലാഞ്ച് ഉണ്ട്. ഇത്തരത്തിൽ ഫ്ലാഞ്ച് നമുക്ക് ആ പൈപ്പിനോട് സ്ക്രൂ ചെയ്ത് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വെൽഡ് ചെയ്തൊക്കെ അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഫ്ലാഞ്ച് ഉണ്ടാവും, അല്ലെങ്കിൽ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അത്തരത്തിൽ അങ്ങ് കാസ്റ്റ് ചെയ്ത് എടുക്കുന്ന ടൈപ്പും നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അത്തരത്തിൽ ഇന്റഗ്രൽ ആയിട്ടുള്ള ടൈപ്പ് ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് ഇന്റഗ്രൽ അല്ലാത്ത ടൈപ്പ് ഉണ്ടെന്നുള്ള അല്ലെ നമുക്കറിയാം. ഓക്കെ, അപ്പൊ അത്തരത്തിൽ രണ്ട് ഫ്ലാഞ്ചുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നു വിത്ത് ഹെൽപ്പ് ഓഫ് നട്ട് ആൻഡ് ബോൾട്ട് അല്ലെ, നട്ടിന്റെയും ബോൾട്ടിന്റെ സഹായത്തോടുകൂടി ആയിരിക്കും നമ്മൾ അത് ടൈറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഈ രണ്ട് ഫ്ലാഞ്ചുകൾക്കിടയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാകും, IR ഷീറ്റ് അല്ലെങ്കിൽ റബ്ബർ അല്ലെ, റബ്ബർ റിംഗ് അല്ലെങ്കിൽ ഗ്യാസ്കേറ്റ് വെക്കുന്നുണ്ടാവും അല്ലെ. ഈ റബ്ബർ റിംഗ് അല്ലെങ്കിൽ ഗ്യാസ്കേറ്റ് ഒക്കെ നമ്മൾ എന്തിനു സഹായിക്കുന്നു, അത് ലീക്ക് പ്രൂഫ് ആക്കാൻ നമ്മളെ സഹായിക്കുന്നു. ഓക്കെ, വാട്ടർ ടൈറ്റ് ജോയിന്റ് കിട്ടാൻ നമ്മളെ സഹായിക്കുന്നു. അപ്പൊ ഇതിന്റെ ഒരു പോരായ്മയുണ്ട്, അതായത് ഈ പറയുന്ന ഫ്ലാഞ്ചഡ് ജോയിന്റ് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ അത് എവിടെ യൂസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് അല്ലെ. യൂസ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ പാലത്തിനകത്തൊക്കെ ഈ തരത്തിൽ ഫ്ലാഞ്ചഡ് ജോയിന്റ് വെച്ച് കഴിഞ്ഞാൽ അവിടെ പാലത്തിൽ നല്ല വൈബ്രേഷൻസ് വരും അല്ലെ. ഫോർ എക്സാമ്പിൾ പറയുകയാണ്, പാലത്തിലൊക്കെ നല്ല വൈബ്രേഷൻസ് വരും. വൈബ്രേഷൻ ഒക്കെ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, ഈ നട്ട് ബോൾട്ടൊക്കെ ഇളകാനും പിന്നീട് അത് ലീക്ക് ആവാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അത്തരത്തിൽ വൈബ്രേഷൻസും ഡിഫ്ലക്ഷൻസും ഒക്കെ ഉണ്ടാവുന്ന സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യില്ല എന്നുള്ളത് ഓർത്തിരിക്കുക, ഫ്ലാഞ്ചഡ് ജോയിന്റ് യൂസ് ചെയ്യില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അത്യാവശ്യം നമുക്ക് ആ ഒരു ജോയിന്റുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് കരുതുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് ദ മാക്സിമം ഡയമീറ്റർ? സോ വാട്ട് ഈസ് ദ മാക്സിമം ഡയമീറ്റർ ഓഫ് ദ ഫെറൂൾ യൂസ്ഡ് ഫോർ 150 mm ഡിസ്ട്രിബ്യൂഷൻ പൈപ്പ്? ഓക്കെ, അപ്പൊ ഇവിടെ ഒരു പുതിയ ഒരാളിനെ നമുക്കൊന്ന് പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഉത്തരം അറിയാമോ? 20 mm ആണ് സർ. 20 mm അല്ലെ, 20 mm നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഇവിടെ മാക്സിമം നോക്കിയേ 150 ഡിസ്ട്രിബ്യൂഷൻ പൈപ്പിന്റെ 25 അല്ലേ? ഓപ്ഷൻ ബി 25. അപ്പൊ നമ്മൾ ഈ ഫെറൂൾ എന്താന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഫെറൂൾ അങ്ങനെ ഇപ്പോഴൊന്നും അങ്ങനെ സാധാരണ യൂസ് ചെയ്യാറില്ല. ഫെറൂൾ പണ്ട് കാലങ്ങളിലൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു സംഗതിയാണ്. അതായത് നമ്മളുടെ വീടിന്റെ മുന്നിൽ കൂടെ മെയിൻ ലൈൻ പോകുന്നുണ്ടാവും. നമ്മുടെ വീട്ടിലേക്ക് കണക്ഷൻ എടുക്കണം. സോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളെല്ലാം സാഡിലിട്ട്, അതായത് നമ്മുടെ ഈ പറഞ്ഞ പൈപ്പിലേക്ക്, ഫോർ എക്സാമ്പിൾ ഈ പൈപ്പിലേക്ക് നമ്മൾ സാധാരണ ഒരു ചെറിയ കിഴുത്തയിടും. സാധാരണ ചൂടാക്കിക്കൊണ്ടൊരു കമ്പി, സാധാരണഗതിയിൽ ഒരു കമ്പി വെച്ച് ചെറിയൊരു കിഴുത്തയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു സാഡിൽ വിളിക്കുക, സാഡിൽ. അപ്പൊ സാഡിൽ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാകും, ഈ പറയുന്ന ഇവിടെ നിന്നായിരിക്കും കണക്ഷൻ എടുക്കുന്നുണ്ടാവുക, നമ്മുടെ വീട്ടിലേക്ക് കണക്ഷൻ എടുക്കുന്നുണ്ടാവുക. എന്നാൽ പണ്ട് കാലങ്ങളിൽ ഇത്തരത്തിൽ ഫെറൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ പറയുന്ന വാട്ടർ മെയിൻ, അതായത് മെയിൻ ലൈനിൽ നിന്നും സർവീസ് പൈപ്പിലേക്കൊക്കെ നമുക്ക് കണക്ഷൻ എടുക്കാൻ പറ്റും. സോ ദ പൈപ്പ് ഫിറ്റിംഗ് ഫോർ കണക്ഷൻ എ സർവീസ് പൈപ്പ് ടു വാട്ടർ മെയിൻ അല്ലെ, വാട്ടർ മെയിൻ ലൈനിൽ നിന്നും സർവീസ് പൈപ്പിലേക്കൊക്കെ കണക്ഷൻ എടുക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ഫിറ്റിംഗ് ആണ് ബേസിക്കലി ഫെറൂൾ എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ പഠിച്ച് മുന്നോട്ട് പോവുക. അപ്പൊ ഫെറൂൾ എന്ന് പറയുന്ന ഒരു ഫിറ്റിംഗ് ഉണ്ട് അല്ലെ, എവിടെ യൂസ് ചെയ്യുന്നത്, നമ്മുടെ മെയിൻ പൈപ്പിൽ നിന്നും, മെയിൻ ലൈനിൽ നിന്നും നമ്മുടെ സർവീസ് പൈപ്പിലേക്ക്, വീട്ടിലേക്കൊക്കെ വരുന്ന സർവീസ് പൈപ്പിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു ഫിറ്റിംഗ് ആണ് ബേസിക്കലി എന്ത്, ഫെറൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മുടെ ഫെറൂൾ. അപ്പൊ മറ്റൊരു ചിത്രം ഞാൻ കാണിക്കാറുണ്ട്, ഇതാണ് സംഗതി. അപ്പൊ ഇത് 15 ഫെറൂൾ ആണ് അല്ലെ, 15 mm ഫെറൂൾ ആണ്. അപ്പൊ ഇവിടെ ഒരു പോർഷൻ എൻഡ് ചെയ്തേക്കുക, എൻഡ് ചെയ്തേക്കുന്നത് എന്ത് വെച്ചിട്ടാണ് നോക്കി, ഈ സംഗതിനെ എന്താ വിളിക്കുക, ഈ സംഗതിനെ എന്താ വിളിക്കുക, എൻഡ് ചെയ്തേക്കുന്നേ, ക്യാപ്പല്ല, പ്ലഗ് അല്ലെ. യെസ്, പ്ലഗ്. അവിടെ ഒരു സൈഡ് പ്ലഗ് ഉണ്ട്. അപ്പൊ ഇതുവഴി നമ്മൾ കയറുന്നു, ഇതുവഴി വെള്ളം കയറുന്നു, ഇവിടെ പ്ലഗ് ആയത് അങ്ങോട്ട് പോവില്ല. അപ്പൊ ഇതുവഴി നമ്മൾ എന്ത് ചെയ്യും, നല്ല രീതിയിൽ വെള്ളം പുറത്തേക്ക് വരും. അപ്പൊ ഇതുവഴിയായിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇതാണ് സംഗതി. അപ്പൊ ഈ സംഗതിയാണ് ഈ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മുടെ ഫെറൂൾ എന്ന് പറഞ്ഞ ഐറ്റം. അപ്പൊ ഈ ഫെറൂളുമായി ബന്ധപ്പെട്ട് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിച്ചിട്ടുള്ളതും മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. അപ്പൊ ഫെറൂൾ എന്ന് പറയുന്നത് ഒരു പൈപ്പ് ഫിറ്റിംഗ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതായത് മെയിൻ ലൈനിൽ നിന്നും, വാട്ടർ മെയിൻ ലൈനിൽ നിന്നും സർവീസ് പൈപ്പിലേക്കൊക്കെ കണക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പൊ ഇത് എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളത് ചോദ്യമുണ്ട് അല്ലെ. ഫെറൂൾ ഈസ് എ റൈറ്റ് ആംഗിൾഡ് സ്ലീവ് മെയ്ഡ് ഓഫ് ബ്രാസ് ഓർ ഗൺ മെറ്റൽ. ശ്രദ്ധിക്കുക, ഗൺ മെറ്റൽ അല്ലെ, ബ്രാസ് അല്ലെന്നുണ്ട്, ബ്രാസ് കൊണ്ടും കാണാറുണ്ട്, ഗൺ മെറ്റലും ഉണ്ട്. ഓക്കെ, അപ്പൊ ബ്രാസ് അല്ല, ഗൺ മെറ്റൽ എന്ന് പറയുന്ന മെറ്റൽ ഉണ്ട് അല്ലെ, ഗൺ മെറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ, ബേസിക്കലി അത് ഒരു അലോയ് ആണ്. ഗൺ ആകുമ്പോൾ അത് നമുക്കറിയാം. ബ്രാസ് എന്ന് പറഞ്ഞാൽ എന്താ, ബ്രാസ് എന്ന് പറഞ്ഞാൽ എന്താ, കോപ്പറും എന്താണ്,
കോപ്പർ ആൻഡ് സിങ്ക്. കോപ്പറും സിങ്കും. ദെൻ ബ്രോൺസ് എന്ന് പറഞ്ഞ എന്താ? ബ്രോൺസ് കോപ്പറും ടിന്നും. കോപ്പർ ടിന്നും. ഇനി ഈ ബ്രാസും ബ്രോൺസും കൂടെ ഒന്ന് കമ്പൈൻ ചെയ്തേ. ബ്രാസും ബ്രോൺസും കൂടെ ഒന്ന് കമ്പൈൻ ചെയ്യുമ്പോൾ കോപ്പർ പ്ലസ് സിങ്ക് പ്ലസ് SN അല്ലെ, ടിന്ന്. ഈ പറയുന്ന മൂന്നൂടെ ചേരുന്ന സംഗതിയാണ് എന്ത്? ഗൺമെറ്റൽ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ബ്രാസ് ബ്രോൺസ്. ഓക്കെ. ഈ ബ്രാസും ബ്രോൺസ് എന്ന് പറയുമ്പോൾ ബ്രാസ് എന്ന് പറഞ്ഞാൽ കോപ്പർ സിങ്ക്, ബ്രോൺസ് എന്ന് പറഞ്ഞാൽ കോപ്പർ ടിന്ന്. അപ്പൊ ഇത് രണ്ടുകൂടെ ഒന്ന് ചേർന്ന് നോക്കിയാൽ ദാറ്റ് ഈസ് കോപ്പറും സിങ്കും ടിന്നും ചേരുന്ന ഒരു അലോയ് ആണ് എന്ത്? ബേസിക്കലി നമ്മളുടെ ഗൺമെറ്റൽ എന്ന് പറയുന്നത്. ഗൺമെറ്റൽ. അപ്പൊ ഈ ഗൺമെറ്റൽ കൊണ്ടോ ബ്രാസ് കൊണ്ടോ ഒക്കെ എന്തിന് നിർമ്മിക്കാറുണ്ട്? നമ്മളുടെ ഫെറൂൾ നിർമ്മിക്കാറുണ്ട്. ഓക്കെ. അതും ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. ഓക്കെ. ദെൻ ഇത് ഇനി നമ്മൾ എങ്ങനെയാണത് നമ്മളുടെ പൈപ്പിലേക്ക് കണക്ട് ചെയ്യുന്നത്? ഓക്കെ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഡ്രിൽ ചെയ്യണം അല്ലെ. ഇത്തരത്തിലൊരു നമ്മുടെ മെയിൻ പൈപ്പിലേക്ക് ഒരു ഹോള് ഡ്രിൽ ചെയ്യണം. ഹോള്. ആ ഹോളിനൊക്കെ നമുക്ക് ടാപ്പ് ചെയ്യണം. ടാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ത്രെഡ് ചെയ്യണം അല്ലെ. ഇന്റേണൽ ത്രെഡ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ ടാപ്പിംഗ് പ്രോസസ് എന്ന് പറയുന്നത് അല്ലെ. ടാപ്ഡ് അറ്റ് 45 ഡിഗ്രി ചരിച്ച്, ഒരല്പം ചരിച്ച് എന്ത് ചെയ്യുന്നുണ്ടാകും? നമ്മൾ ആ ഒരു ഹോള് ആ ഒരു പൈപ്പിലേക്ക് ഇടുന്നു. ആ പൈപ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഇത് തിരികെ കയറ്റും. കാര്യം ഇവിടെ എന്താണ്? നമുക്കറിയാം ത്രെഡ് ആണ് അല്ലെ. സോ ത്രെഡ് ആണ്. അപ്പൊ ഇവിടെ എക്സ്റ്റേണൽ ത്രെഡ് ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളെ ഇന്റേണൽ ത്രെഡ് എവിടെ വരണം? അത് കയറുന്ന ഭാഗത്തേക്ക് വരണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ടാപ്പ് ചെയ്തുകൊണ്ട് അല്ലെ, ഇത്തരത്തിൽ ത്രെഡ് ഫോം ചെയ്യുന്ന രീതിയിലേക്ക് ആ ഒരു പോർഷൻ എത്തിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിനുള്ളിലേക്ക് ത്രെഡ് ഉള്ളിലേക്ക് നമ്മൾ തിരികെ കയറ്റും. തിരികെ കയറ്റി കഴിയുമ്പോൾ നമ്മൾ ആ ഒരു പൈപ്പിനകത്ത് ഫിക്സ് ആയിക്കോളും. പിന്നെ കുഴപ്പങ്ങളൊന്നുമില്ല. സോ ഫോർ ദ ഫിക്സിംഗ് the ferrule, the empty main shall be drilled and tapped at 45 ഡിഗ്രി. അത്തരത്തിൽ ഒരു അല്പം 45 ഡിഗ്രി ചരിച്ച് ആ ഒരു പൈപ്പിൽ വെള്ളമൊന്നും കാണരുത്. empty ആയിട്ടുള്ള ആ ഒരു ലൈനിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡ്രിൽ ചെയ്യണം അല്ലെ. ഹോള് ചെയ്യണം, ഹോൾ അടിക്കണം. ഓക്കെ. ആ ഹോൾ അടിച്ചതിന് ശേഷം ടു ദ വെർട്ടിക്കൽ ആൻഡ് ദ ഫെറൂൾ സ്ക്രൂ, ആ ഒരു ഹോളിനകത്തേക്ക് നമ്മൾ ഫെറൂള് സ്ക്രൂ ചെയ്ത് കയറ്റണം. ഓക്കെ. അപ്പൊ ഇതാണ് ബേസിക് കോൺസെപ്റ്റ്. അതിനകത്തേക്ക് നമ്മൾ ആ ഒരു സൈസ്, ആ ഒരു ഫെറൂളിന്റെ സൈസ്, ദ സൈസ് യൂഷ്വലി വേരീസ് ബിറ്റ്വീൻ 10 to 15 mm ആയ അത്തരത്തിൽ ആ ഒരു സൈസ്, ഫെറൂളിന്റെ സൈസ് സാധാരണഗതിയിൽ 10 to 15 mm ആണ്. 10 to 15 ആണ് ഇതിന്റെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത്തരത്തിൽ നോക്കി 15 mm. അപ്പൊ ഈ പറഞ്ഞ നമ്മളുടെ പൈപ്പ്, ഡിസ്ട്രിബ്യൂഷൻ പൈപ്പിന്റെ സൈസ് അനുസരിച്ച് ഫെറൂളിന്റെ സൈസ് മാറാറുണ്ട് അല്ലെ. ഡിസ്ട്രിബ്യൂഷൻ പൈപ്പിന്റെ സൈസ് അനുസരിച്ച് ഫെറൂളിന്റെ സെലക്ഷൻ മാറാറുണ്ട്. ഫോർ എക്സാമ്പിൾ 75 mm, 75ന്റെ പൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അവിടെ 15 mm ഫെറൂള്, 100ന്റെ പൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അവിടെ 20 mm ഫെറൂള്, 150 ഡിസ്ട്രിബ്യൂഷൻ പൈപ്പ് ആണെങ്കിൽ 25 mm ഫെറൂൾ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എടുക്കുന്നുണ്ടാവുക. ഓക്കെ. പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലായ്പ്പോഴും the diameter of the ferrule should be 5 mm less than that of service pipe. ഇത്തരത്തിൽ സർവീസ് പൈപ്പിന്റെ ആ ഒരു ഡയമീറ്ററിനെക്കാട്ടിൽ എന്താണ് 5 mm കുറവായിരിക്കും ഫെറൂളിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് അല്ലെ. എല്ലായ്പ്പോഴും സർവീസ് പൈപ്പിന്റെ ഡയമീറ്ററിനെക്കാട്ടിൽ 5 mm അല്ലെ, 5 mm കുറവായിരിക്കും സാധാരണഗതിയിൽ ഫെറൂളിന്റെ ഡയമീറ്റർ എന്നുകൂടി ഓർത്തിരിക്കുക. അപ്പം ഇത്തരത്തിൽ ഡിസ്ട്രിബ്യൂഷൻ പൈപ്പിന്റെ ആ ഒരു വാല്യൂ അനുസരിച്ച് അല്ലെങ്കിൽ ഡയമീറ്റർ അനുസരിച്ച് കറസ്പോണ്ടിങ് ഫെറൂളിന്റെ സൈസ് വ്യത്യാസം വരുന്നുണ്ടാകും. അതുപോലെ തന്നെ സർവീസ് പൈപ്പിന്റെ സൈസ് നോക്കുമ്പോൾ എല്ലായ്പ്പോഴും സർവീസ് പൈപ്പ് സൈസിനെക്കാട്ടിൽ 5 mm കുറവായിരിക്കും അല്ലെങ്കിൽ 5 mm കൂടുതലായിരിക്കും നമ്മൾ സർവീസ് പൈപ്പ് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ടാവുക. ഓക്കെ. ആ രീതിയിലാണ് നമ്മൾ അത് ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ ഫെറൂൾ എന്ന് പറയുന്ന ആ ഒരു ഫിറ്റിംഗ് അല്ലെ, ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഫെറൂൾ എന്തിനാണ്, എന്ത് മെറ്റീരിയൽ കൊണ്ട് നിർമ്മിക്കുന്നു, എങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്യുന്നു, അതിന്റെ സൈസ്, സ്റ്റാൻഡേർഡ് കാര്യങ്ങൾ ഓക്കെ ആണ്. ഓക്കെയാണ്. അപ്പൊ ഫെറൂൾ എന്ന് പറയുന്ന ആ ഒരു ഫിറ്റിംഗുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതകൾ ഇത്രയേ ഉള്ളൂ. എന്തിനാണ്, എവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്, എന്ത് മെറ്റീരിയലാണ് ഫെറൂൾ ഉള്ളത്, എങ്ങനെയാണ് നമ്മൾ ഫെറൂൾ ഫിക്സ് ചെയ്യുന്നുണ്ടാവുക, അതിന്റെ യൂഷ്വൽ സൈസ് എങ്ങനെയാണ്, അത് ഡിസ്ട്രിബ്യൂഷൻ പൈപ്പിനനുസരിച്ച് എത്ര mm ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ മാക്സിമം ഡയമീറ്റർ ഓഫ് ഫെറൂൾ യൂസ്ഡ് ഫോർ 150 mm ഡിസ്ട്രിബ്യൂഷൻസ് അല്ലെ. 150. അപ്പൊ 75, 100, 150 എന്നാണ് നമ്മൾ കണ്ടത്. അപ്പൊ അത് 5 mm വെച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെ ഉത്തരം എന്താ? ഇവിടെ 25 mm ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ. അത് ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ആസ് പെർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പൈപ്സ് ആർ സ്പെസിഫൈഡ് ബൈ ഔട്ടർ ഡയമീറ്റർ, ഇന്നർ ഡയമീറ്റർ, തിക്നെസ്, സംശയമൊന്നുമില്ല. എന്നാൽ നിങ്ങളോട് ചോദിക്കുകയാണ് PVC പൈപ്പ് സാധാരണഗതിയിൽ നമ്മൾ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് ഔട്ടർ ഡയമീറ്റർ. അപ്പൊ അതേ ഉള്ളൂ. ബാക്കി സാധാരണഗതിയിൽ പൈപ്പുകളെല്ലാം അതിന് നോമിനൽ ഡയമീറ്റർ എന്ന് പറയും അല്ലെ. ഇത്തരത്തിൽ ആ ഒരു ഡയമീറ്റർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇന്നർ ഡയമീറ്റർ ആണ്. സോ ആസ് പെർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. പ്രീവിയസ് ഇയർ PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ആസ് പെർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പൈപ്സ് ആർ സ്പെസിഫൈഡ്.
ഇന്നർ ഡയമീറ്റർ. GI പൈപ്പ് ഇന്നർ ഡയമീറ്റർ ആണ്. GI പൈപ്പ് ഇന്നർ ഡയമീറ്റർ ആണ്. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് GI അല്ലെ. GI പൈപ്പുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ചെയ്ത സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഓക്കെ, GI പൈപ്പ് ഹാവ് ത്രെഡ് ആസ് പെർ IS 554. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ത്രെഡ് ഫോർമേഷൻ ആസ് പെർ IS 554 കറക്റ്റ് ആണോ? ഓപ്ഷൻ ബി 1 2 3 4. 1 2 3 4. ഓക്കെ, ശ്രദ്ധിച്ചോ? ചോദ്യം വായിച്ചായിരുന്നു. നോക്കി ഒന്നുകൂടെ ആലോചിച്ച് നോക്ക്. രണ്ടാമത്തെ നോക്കിയേ, ഹൈ ഗ്രേഡ് പൈപ്പ് ആർ യൂസ്ഡ് ഫോർ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ. തെറ്റാണ്. മീഡിയം ഗ്രേഡ് ആണ് അല്ലെ. മീഡിയം ഗ്രേഡ്. അപ്പൊ ശ്രദ്ധിക്കണം, നമ്മൾ ഈ പറയുന്ന മീഡിയം ഗ്രേഡ് ആണ് അല്ലെ. വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ ഗ്രേഡ് പഠിച്ചല്ലോ, ഗ്രേഡ് പഠിച്ചു, 3 ഗ്രേഡുകളാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ മീഡിയം ഗ്രേഡ് ആണ് വാട്ടർ സപ്ലൈ. അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഹലോ സാർ, ഒരു ഡൗട്ട് വെച്ചോട്ടെ. ഹലോ, ഈ GI പൈപ്പ് നോമിനൽ ഡയ വെച്ചല്ലേ നമ്മൾ എടുക്കുന്നത്? അതെ, നോമിനൽ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇൻസൈഡ് ഡയമീറ്റർ അവിടെ എടുക്കുന്നത്. അതായത് നോമിനൽ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഡയമീറ്ററാണ് നോമിനൽ എന്ന് പറയുന്നത്. ആ നോമിനൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻസൈഡ് ഡയമീറ്റർ. ഇൻസൈഡ് ഡയമീറ്റർ. എന്നാൽ നമ്മൾ ഇപ്പം PVC-യുടെ നോമിനൽ ഡയമീറ്റർ, നോമിനൽ ബോർ എന്ന് പറയുന്നത് ബോർ. അതെ, നോമിനൽ ബോർ എന്ന് പറയുന്നതാണ് ഇൻസൈഡ്. നോമിനൽ ബോർ എന്ന് പറയും. ബോർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ഡയമീറ്റർ. ബോർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ബോറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹോൾ ഇടുന്ന പ്രോസസ്സിനെയാണ് ബോറിംഗ് എന്ന് പറയുന്നുണ്ടാവുക. അപ്പൊ ബോറിംഗ് അല്ലെങ്കിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബോർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ള ഡയമീറ്ററാണ് ബോർ ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നോമിനൽ ഡയമീറ്റർ, ഫോർ എക്സാമ്പിൾ നോമിനൽ ഡയ എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്നത് സ്റ്റാൻഡേർഡ് ഡയ. അപ്പൊ ഫോർ എക്സാമ്പിൾ നോമിനൽ ഡയ ഓഫ് PVC എന്ന് പറയുന്നത് നമ്മൾ ഔട്ടർ ഡയമീറ്റർ. എന്നാൽ നോമിനൽ ഡയ ഓഫ് GI പൈപ്പ് അത് അവിടെ എന്താണ്? ഇൻസൈഡ് ഡയമീറ്റർ. അപ്പൊ നോമിനൽ ബോർ ഡയമീറ്റർ ആണ് അവർ ഉദ്ദേശിക്കുന്നത് GIയുടെ കേസിൽ. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് പൈപ്പുകൾ നോർമൽ കേസിൽ സ്റ്റാൻഡേർഡ് പ്രകാരം നോമിനൽ ബോർ ഡയമീറ്റർ ആണ് നമ്മൾ ഒരു പൈപ്പിന്റെ ഡയമീറ്റർ സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോ നോമിനൽ ബോർ എന്ന് എടുത്തു പറയണം. എന്നാൽ വെറുതെ നമ്മൾ നോമിനൽ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കേണ്ട ഡയമീറ്റർ എന്താണ്? അത് ഇത്തരത്തിൽ PVC ആണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ നമ്മുടെ മെഷർമെന്റ് സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുന്ന ഔട്ടർ ഡയമീറ്റർ ആണ്. അപ്പൊ നോമിനൽ ഡയമീറ്റർ ഓഫ് PVC എന്ന് ഉദ്ദേശിക്കുന്നത് അത് ഔട്ടർ ഡയമീറ്റർ ആണ്. അത് ക്ലിയർ ആയോ? അത് ഉദ്ദേശിച്ചത് ക്ലിയർ ആയോ? സാറ് ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ. ഓ സാറ്, നമ്മുടെ ഇപ്പം ഈ GI പൈപ്പിന്റെ അത് 20 mm എന്ന് പറയുമ്പോൾ 3/4 ഇഞ്ചല്ലേ വരുന്നത്? 1 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഏകദേശം 25 1 ഇഞ്ച്. അപ്പൊ 20 mm എന്ന് പറയുമ്പോൾ 3/4 ഇഞ്ച്. 3/4 ഇഞ്ച് നമ്മൾ കണക്കാക്കുന്നത് ബോർ ഡയമീറ്റർ ആണോ? ബോർ ഡയമീറ്റർ. ബോർ ഡയമീറ്റർ. ഓക്കെ അല്ലേ? അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ഫിറ്റിംഗ്സും നമ്മൾ അതനുസരിച്ചായിരിക്കും എടുക്കുന്നുണ്ടാവുക. അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഫിറ്റിംഗ്സും നമ്മൾ നോമിനൽ ബോർ ഡയമീറ്റർ വെച്ചാൽ അതായത് അതിന്റെ അനുസരിച്ചാണ് എടുക്കുന്നുണ്ടാവുക. ഓക്കെ അല്ലേ? സാർ, ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ പൈപ്പ് GI പൈപ്പ് ത്രെഡ് നമ്മുടെ അറിയാം ത്രെഡ് സ്റ്റാൻഡേർഡ് IS 554 ആണ്. ഹൈ ഗ്രേഡ് അല്ല, മീഡിയം ഗ്രേഡ് ആണ്. നമ്മൾ ഇത്തരത്തിൽ ആൻസർ ഓക്കെ. അവൈലബിൾ ലെങ്ത് മാർക്കറ്റ് 6 മീറ്റർ ആണ്. ഓക്കെ ആണ്. GI പൈപ്പ് യൂസിംഗ് ഹൗസ് കണക്ഷൻ 1532. ഓക്കെ, ഫൈൻ. അപ്പൊ ഇത് 1 2 1 3 4 ഓപ്ഷൻ ബി അല്ലെ? ബി അല്ലേ ഉത്തരം വരിക? അതെ, 2 ഒഴികെ ബാക്കിയെല്ലാം ശരിയാണ്. അപ്പോ 2 ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. 1 3 4 കറക്റ്റ് ആണ്. 1 3 4. അപ്പൊ ഇവിടെ ആ ഒരു GI പൈപ്പിന്റെ കേസ് നമ്മൾ മീഡിയം ഗ്രേഡ് യൂസ്ഡ് ഫോർ വാട്ടർ സപ്ലൈ. ഓക്കെ, മീഡിയം ഗ്രേഡ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇത്തരത്തിൽ ഒരു ബ്ലൂ മാർക്കിംഗ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. സാധാരണഗതിയിലൊക്കെ ഇങ്ങനെ മാർക്കിംഗ് കൊടുക്കാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ബ്ലൂ മാർക്കിംഗ് കൊടുക്കാറുണ്ട്. നിങ്ങൾ സാധാരണഗതിയിൽ നമ്മൾ വാട്ടർ സപ്ലൈക്കൊക്കെ കൊടുക്കുന്ന GI പൈപ്പിന്റെ അകത്ത് ഇങ്ങനെ ഒരു ബ്ലൂ റെഡ് ബാൻഡ് പോലെ അല്ലെങ്കിൽ മാർക്കിംഗ് പോലെ കാണാറുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പൊ അത്തരത്തിൽ ബ്ലൂ പൈപ്പാണ് അല്ലെങ്കിൽ ബ്ലൂ മാർക്കിങ്ങോട് കൂടിയിട്ടുള്ള മീഡിയം B ക്ലാസ് പൈപ്പാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഹൈ എന്ന് പറയുമ്പോൾ അവിടെ റെഡ് ആണ്, C ക്ലാസ് ആണ്. ലോ എന്ന് പറയുന്നത് A ആണ്, യെല്ലോ ആണ്. അപ്പൊ ഇത്തരത്തിൽ നോമിനൽ സ്പെസിഫൈഡ് ബൈ നോമിനൽ ബോർ ആണ്. ബോർ എന്ന് ഉദ്ദേശിക്കുന്ന അകത്താണ്. അപ്പൊ ഇവിടെ നോക്കി അകത്താണ് അതിന്റെ ഡയമീറ്റർ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ ആ രീതിയിൽ മനസ്സിലാക്കിയിരിക്കാം. ഫൈൻ. മറ്റൊരു ചോദ്യം നോക്കിയേ, ലെഡ് പൈപ്പ് അപ് ടു ഡാഷ് ഡയമീറ്റർ അവൈലബിൾ ഇൻ 20 meter length in coil form. Lead pipe up to dash diameter available in
20 മീറ്റർ ലെങ്ത് ഇൻ കോയിൽ. ഈ ലെഡ് പൈപ്പ് കോയിൽ ഫോമിൽ നമുക്ക് ചുറ്റി എടുക്കാം. കോയിൽ ഫോമിൽ നമുക്ക് അവൈലബിൾ ആണ്. അത് എത്ര ഡയമീറ്റർ വരെയുള്ള പൈപ്പിലാണ് ഈ 20 മീറ്ററിന്റെ കോയിലായിട്ട് കിട്ടുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ചോദ്യം അതാ. ലെഡ് പൈപ്പ് 15 mm ആണ്. 15 25. യെസ്. അപ്പൊ ഇവിടെ നോക്കിയേ, ലെഡ് പൈപ്പ് 25 എന്നുള്ള ആ ഒരു ഡേറ്റ ഓർത്തിരിക്കുക. 25 അല്ലെ, 25 mm വരെ. 25 എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് എത്തിച്ചോളൂ. 25 എന്ന് പറയുമ്പോൾ 2.5 സെന്റിമീറ്റർ ഉള്ളൂ, അത്രേ ഉള്ളൂ. വളരെ ചെറിയ പൈപ്പുകൾ അതൊക്കെ അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള വാല്യൂസ് ഒക്കെ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒന്ന് ഓർത്തിരിക്കേണ്ടതായിട്ട് വരും അല്ലെ. ഏകദേശം ഒരു 2.5 അല്ലെങ്കിൽ 25 mm അല്ലെങ്കിൽ 2.5 സെന്റിമീറ്റർ. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എന്താണ് 25 mm നേരത്തെ പറഞ്ഞല്ലേ. 25 mm എന്ന് പറയുമ്പോൾ എത്ര ഇഞ്ചാ? 1 ഇഞ്ച്. 1 ഇഞ്ച്. 1 ഇഞ്ച്. ഒരു ഇഞ്ച്. അപ്പം അത് അങ്ങനെ ആലോചിച്ച് നോക്കാം. നമുക്ക് 1 ഇഞ്ച് പൈപ്പ് വരെ നമുക്കത് കോയിൽ ഫോമിൽ കിട്ടും. അപ്പൊ ഇതൊരു സ്റ്റാൻഡേർഡ് വാല്യൂ ആണ് 25. മിക്കപ്പോഴും നിങ്ങൾ നോക്കിയാൽ മതി. ഏകദേശം ഈ പറയുന്ന 1 ഇഞ്ച് മിക്കപ്പോഴും പലയിടത്തായിട്ട് വരാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ നോക്കി ആ 1 ഇഞ്ച് പൈപ്പാണ് നമുക്ക് കോയിൽ ഫോമിൽ കിട്ടുന്നുണ്ടാവുക. സോ ലെഡ് പൈപ്പ് അപ് ടു 25 mm ഡയമീറ്റർ അവൈലബിൾ ഇൻ 20 മീറ്റർ, 20 മീറ്ററിന്റെ ലെങ്ത് ഇൻ കോയിൽ ഫോം അല്ലെ. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക. അപ്പൊ 25 mm എന്നുള്ളതാണ് അവിടെ ഒരു എന്താണ് ബെഞ്ച് മാർക്ക് ആയിട്ട് വെച്ചിരിക്കുന്നത്. കാര്യം 25 mm താഴെയാണെന്നുണ്ടെങ്കിൽ അപ് ടു 25 mm വരെ ആണെങ്കിൽ നമുക്ക് 20 മീറ്റർ കോയിൽ ഫോമിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എന്താണ് 25 മുകളിലേക്ക് പോവാം, 1 ഇഞ്ചിന് മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ, സാധാരണ അതിന്റെ ഡയമീറ്റർ നമുക്കറിയാം 100 mm ഡയമീറ്റർ വരെ ഉണ്ട്. 15 മുതൽ 100 mm ഡയമീറ്റർ വരെ നമുക്ക് ലെഡ് പൈപ്പ് അവൈലബിൾ ആണ്. അപ്പൊ ഈ 25 മുതൽ മുകളിലേക്ക് 100 mm വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ രീതിയിൽ അവൈലബിൾ ആണ്, ഡയമീറ്റർ അവൈലബിൾ ആണ്. 2 മീറ്റർ ഓർ 4 മീറ്റർ ലെങ്ത് ഇൻ കോയിൽ ഫോം അല്ലെ. ഇത്തരത്തിൽ 2 മീറ്റർ 4 മീറ്റർ കോയിൽ ഫോമിലേക്കായിരിക്കും അവൈലബിൾ ആവുക. അപ്പോൾ അത്തരത്തിൽ ആ ഒരു സ്പെസിഫിക്കേഷൻ ഒന്ന് ഓർത്തിരിക്കാം. അപ്പൊ ലെഡ് പൈപ്പ് ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്. നമ്മൾ പോർട്ടബിൾ ഡ്രിങ്കിങ് വാട്ടറിനൊന്നും ലെഡ് യൂസ് ചെയ്യാറില്ല. നമ്മൾ ഓൾറെഡി കണ്ടു. ലെഡ് പോയിസണസ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പം ഇത്തരത്തിൽ എന്താണ് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് തന്നെ പോർട്ടബിൾ വാട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് ഡ്രിങ്കിങ് വാട്ടർ ആണ്. അപ്പോൾ വാട്ടർ എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂൾ പഠിക്കുമ്പോൾ പോർട്ടബിൾ വാട്ടർ എന്താന്നൊക്കെ ടൈപ്സ് ഓഫ് വാട്ടർ ഒക്കെ ഉണ്ട്, കുറെ വാട്ടർ ഒക്കെ ഉണ്ട്. അപ്പൊ അതുമാതിരി പോർട്ടബിൾ വാട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് ഡ്രിങ്കിങ് വാട്ടറിനെയാണ് വിളിക്കുന്നത് പോർട്ടബിൾ വാട്ടർ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ പോർട്ടബിൾ വാട്ടർ കൊണ്ടുപോകാൻ വേണ്ടി സപ്ലൈക്ക് നമ്മൾ യൂസ് ചെയ്യാറില്ല. പക്ഷേ ഇത്തരത്തിൽ ഫ്ലഷ് പൈപ്പ്, എക്സ്പാൻഷൻ ജോയിന്റ്, ഫ്ലെക്സിബിൾ ജോയിന്റ്, ട്രാപ്പ് അങ്ങനെയൊക്കെയുള്ള കേസുകളിലൊക്കെയാണ് പൊതുവെ ലെഡ് പൈപ്പുകളൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറ് കേട്ടോ.